ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും വളരെ കത്തുവയോടുകൂടി പറവോടുകൂടി ചേർത്ത് വെച്ച ഒരു സംരംഭമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് നമ്മുടെ സയ്യിദുൽ ഉലമയിലേക്ക് അത് എത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതൊരു നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഇന്നൊരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ 1957 ഈ സമസ്തയുടെ തലപ്പത്തേക്ക് കടന്നു വരുന്നത്. അന്നു മുതൽ ഈ സംഘടനക്ക് ഒരുപാട് സേവനങ്ങൾ SYS പോലത്തെ, SKSS പോലത്തെ, SMF പോലത്തെ ഓരോ സംരംഭങ്ങൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ ബോർഡിനെ അതിന്റെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമക്ക് സാധിച്ചു. അവർ കാണിച്ച ആ ഒരു പണ്ഡിത ധർമ്മമാണ് ഇന്ന് ഈ ഉമ്മത്തിനെ ഇത്രയും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാതെ, ദീനെന്തെന്നറിയാത്ത ഒരു സമൂഹം അവിടെ ജീവിക്കുമ്പോ അവിടെ നിന്ന് വ്യതിരിക്തമായിട്ട് ഈ മലബാറിലെ മുസൽമാന്മാർ, ഈ കേരളത്തിലെ മുസൽമാന്മാർ 10,000-ലധികം മദ്രസകളിലൂടെ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ച്, അതുപോലെ ഒരുപാട് അറബിക് കോളേജുകളും ഒരുപാട് യൂണിവേഴ്സിറ്റികളും മറ്റു ജാമ്യകളും നമുക്കിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അത് ഈ ഉമ്മത്തിൽ ചെയ്ത ദൗത്യം വലുതാണ്. സമസ്ത എന്ന് പറയുന്ന ഈ പ്രൗഢമായ സംഘടന ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു ദിശാബോധമുണ്ട്. അതിലൂടെയാണ് ഈ സമൂഹം കടന്നു വന്നത്. അതിലൂടെയാണ് ഈ ഉമ്മത്തിന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, മസ്അലകൾ പരമായിട്ട്, ദീനിപരമായിട്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അവയെ കൃത്യമായി പഠിച്ച് അവയെ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്ന 40 അംഗങ്ങൾ വരുന്ന ഒരു മുശാവറക്ക് കീഴിൽ അഭിമാനത്തോടുകൂടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ പ്രവർത്തകരായി ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ചേർത്ത് വെച്ച് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ദുആ കൊണ്ട് ഈ സംഘടന ഇവിടെ സ്ഥാപിതമായെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ പറയാറുണ്ട്, ഈ സംഘടന ഞങ്ങൾ ഏറ്റെടുക്കുമ്പോ, ഇതിന്റെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അതിന് ഏറ്റവും ഊർജ്ജമാകുന്നത് ഇതിന്റെ സ്ഥാപകന്മാരായ നേതാക്കന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലോത്ത വലിയ പ്രഗത്ഭരായ സാദാത്തുമാർ, പണ്ഡിതന്മാരുടെ ദുആയാണ്. അവരുടെ കൃത്യമായ, അവരുടെ തഖ്വയോട് കൂടിയുള്ള, അവരുടെ ഇഖ്ലാസോട് കൂടിയുള്ള ഈ പരിശുദ്ധ ദീനിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ, അവരുടെ ഒരു ദുആഇന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നൊരു നൂറ്റാണ്ട് കാലം എടുക്കുമ്പോഴും എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു തവണ പോലും പിന്നോട്ട് പോകാതെ ഈ സംരംഭം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ സമസ്ത ഉമ്മത്തിൽ ചെയ്ത ദൗത്യം അത്രമേൽ വലുതാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട ഓരോ മേഖലകളുണ്ട്. എന്താണ് സമസ്തയുടെ ദൗത്യമെന്ന് നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോ ഓരോ മഹല്ലുകളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങള്, SKSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പടയിനി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങള്, അതുപോലെ തന്നെ ഇവിടെയുള്ള സുന്നി യുവജന സംഘടന ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, രാജ്യത്തെ ഓരോ നിയമങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം കൃത്യമായി ഇടപെട്ടു പോകാൻ ഈ സംഘടനക്ക് സാധ്യമായത് ഈ സമസ്തയിലൂടെയാണ്. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും അക്കാലത്ത് 1975 കാലങ്ങളിലെല്ലാം ഇവിടെയുള്ള നമ്മുടെ രാജ്യത്തെ വർഗീയവാദികളായ ഫാഷിസ്റ്റുകൾക്കെതിരെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ശബ്ദിച്ചിരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പ്രക്രിയയിലും അതിനോട് ചേർന്ന് നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഈ സമസ്ത എന്ന് പറയുന്ന മഹാസംഘടനയെ ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിലൂടെയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നമ്മുടെ എല്ലാവിധ മേഖലകളിലും ഉമ്മത്തിന് കൃത്യമായ ദിശാബോധത്തോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമക്കും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനും അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ നേതാക്കന്മാർക്കും സാധിച്ചത് കൊണ്ടാണ് ഇന്നും കളങ്കമില്ലാത്ത ഈ ആശയം നമ്മിലേക്ക് എത്തുന്നത്. നമ്മൾ അവസാനമായി ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഈ സമൂഹത്തിന്റെ സാദാത്തുമാരോട് കാണിച്ച ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദെല്ലാം ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ പാണക്കാട്ട് സാദാത്തുമാരുണ്ടെങ്കിൽ ആ പാണക്കാട്ട് സാദാത്തുമാർ ദുആ ചെയ്യാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പാണക്കാട്ട് സാദാത്തുമാർ അവരെ ബഹുമാനിക്കുകയും അവർക്ക് വലിയ പ്രാമുഖ്യം നൽകുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒരു ചരിത്ര സംഭവമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ഭക്തി ലോകത്തോട് വിട പറയുമ്പോ അങ്ങനെ ബഹുമാനപ്പെട്ടവര് പാണക്കാട്ട് സയ്യിദ്